യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അത് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ KSRTCക്കൊപ്പമായാലോ സന്തോഷം വർദ്ധിക്കും. അപ്പോൾ നമുക്കും നമ്മളുടെ ആനവണ്ടിക്കൊപ്പം ഒരു യാത്ര നടത്തിയാലോ? അടൂരിൽ നിന്നും ഗവി യാത്ര ബുക്ക് ചെയ്ത ശേഷം അടൂരിൽ നിന്നും പത്തനംതിട്ടയിൽ KSRTCക്കൊപ്പം ആദ്യം എത്തിച്ചേരും. അവിടെ വച്ച് നമ്മുടെ വലിയ ആനവണ്ടി ചെറിയ ആനവണ്ടിയായി മാറും. കാരണം എന്താണെന്നല്ലേ? വനത്തിലേക്കുള്ള യാത്രയിൽ ചെറിയ വണ്ടികൾ മാത്രമേ പോവുകയുള്ളൂ. വലിയ വണ്ടിക്ക് പോകാൻ പറ്റുകയില്ല. പത്തനംതിട്ടയിൽ നിന്നും മണ്ണാറകുളഞ്ഞി, വടശ്ശേരിക്കര, പെരിനാട് വഴി നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ്. നമ്മൾ പത്തനംതിട്ടയായി. പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. അടൂരിൽ നിന്നും വന്ന വലിയ KSRTC ബസ്സാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ചെറിയ KSRTC ബസ്സിലാണ് എങ്ങോട്ടേക്ക് യാത്ര പോകുന്നത്? ഗവിയിലേക്ക് യാത്ര പോകുന്നത്. അടൂരിൽ വന്ന വണ്ടി മാറി അതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ഇതിപ്പോൾ കാണുന്നത് നമ്മൾ മൈലപ്രയിലോട്ട് കയറുന്ന വഴിയാണിത്. ഇത് മണ്ണാറകുളഞ്ഞിയിൽ നിന്നും താഴോട്ട് വടശ്ശേരിക്കര പോകുന്ന റൂട്ടാണ് കാണുന്നത്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ തിരക്കിൽ നിന്നുമൊക്കെ മാറി പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നതല്ലേ. വടശ്ശേരിക്കരയിലോട്ടുള്ള വഴിയാണിത്. അങ്ങനെ വടശ്ശേരിക്കര പെരിനാട് വഴി നമ്മൾ ആദ്യമായി ആങ്ങമൂഴി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെയാണ് എത്തിച്ചേരുന്നത്. ആദ്യമായി നമ്മൾ എത്തുന്നത് ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലാണ്. ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുമ്പോൾ ഒരു ഫോം നമ്മൾക്ക് തരും. അതിൽ യാത്രക്കാരുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ എന്നിവയും പ്ലാസ്റ്റിക് സാധനങ്ങളില്ല എന്നുള്ളതും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കാണിക്കുമ്പോൾ നമ്മൾക്ക് അവർ ഒരു യാത്രാ പാസ് നൽകും. ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നും നൽകുന്ന പാസ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ കാണിച്ചാൽ മാത്രമേ വനത്തിനുള്ളിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ. പ്രവേശന സമയം രാവിലെ 8:30 മുതൽ 11:30 വരെയാണ്. 11 മണിക്ക് മുൻപേ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി അകത്തേക്ക് പ്രവേശിച്ചാൽ വൈകിട്ട് 5:30 വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തേക്ക് കടക്കേണ്ടതാണ്. ആങ്ങമൂഴിയിൽ നിന്നും യാത്ര തുടങ്ങി ആ വഴി പുറത്തേക്ക് കടക്കാൻ ഒരിക്കലും സാധ്യമല്ല. തിരിച്ച് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി പുറത്തേക്ക് കടക്കണം. ആങ്ങമൂഴിയിൽ നിന്നും ലഭിച്ച ഫോം പൂരിപ്പിച്ച് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ കാണിച്ച് നമ്മൾ യാത്ര തുടങ്ങാവുന്നതാണ്. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ നീളുന്ന 80 കിലോമീറ്റർ വനത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. ഒരിക്കലും പോയ വഴിയിലൂടെ തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഓർമ്മ വേണം. അതുപോലെ ആങ്ങമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നും ലഭിച്ച യാത്രാ പാസും മറ്റ് ഡീറ്റെയിൽസും യാത്രയുടെ അവസാനം വരെ സൂക്ഷിക്കണം. 80 കിലോമീറ്റർ ദൂരമുള്ള നിത്യഹരിത വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ 4 ഡാമിൻ്റെ മുകളിലൂടെയും 1 ഡാമിൻ്റെ സൈഡിലൂടെയുമാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. ഒരു ദിവസം 30 വാഹനങ്ങളെ മാത്രമാണ് കടത്തിവിടുന്നത്. അതിനും നിയന്ത്രണങ്ങളുണ്ട്. 2 വീലർ, ഓട്ടോറിക്ഷ എന്നിവ കടത്തിവിടാറില്ല. പെരിയാർ ടൈഗർ റിസർവിൽ കൂടിയാണ് നമ്മുടെ യാത്ര പുരോഗമിക്കുന്നത്. വന്യമൃഗങ്ങളുടെയും വനത്തിൻ്റെയും സംരക്ഷണം, ആവാസ വ്യവസ്ഥ എന്നിവയുടെ സുരക്ഷിതത്വം മാനിച്ചാണ് ഒരു ദിവസം 30 വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്നത്. നമ്മൾ ആദ്യമായി എത്തുന്നത് മൂഴിയാർ ഡാമിലാണ്. 1999 പണി കഴിപ്പിച്ചതാണ് ഈ ഡാം. മൂഴിയാർ ഡാമിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
കാണാൻ കഴിയുന്ന കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അതിനുശേഷം കാണാൻ കഴിയുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ആ പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അവിടെ നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഞങ്ങൾ KSRTC ട്രിപ്പുകാരെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഇത് കുന്തിരിക്കത്തിൻ്റെ മരമാണ്. കുന്തിരിക്കത്തിൻ്റെ മരം. ഇത് കള്ളിമുൾച്ചെടി അതാണ്. രണ്ടാമതായി നമ്മൾ എത്തിച്ചേരുന്നത് കക്കി ഡാമിലാണ്. കക്കി ഡാമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നഗരമധ്യത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് എപ്പോഴും ഡാമും കാടും എല്ലാം വളരെ നല്ല ഒരു കാഴ്ചയായിരിക്കും അല്ലേ? കക്കി ഡാമിൽ മത്സ്യകൃഷി നടത്തുന്ന പ്രധാന ഭാഗമാണ് കാണുന്നത്. നമുക്ക് ഇതിലെ കൊണ്ടേക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അവൻ ഇങ്ങനെ പോകും. ഇത്രയും വീതിയാണ് ഇതിന്റെ കോൺക്രീറ്റ് വീതി. ഡാമിന്റെ വീതിയും ഈ റോഡിന്റെ വീതിയും കറക്റ്റാണ്. ഇത്രയും വീതിയിലാണ് അതിന്റെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. ഈ ഡാമും അപ്പുറത്തെ ഡാമും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ജലനിരപ്പ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇതിനകത്ത് എത്ര ഇപ്പം 150 അടി ഉണ്ടെങ്കിൽ അതിനകത്ത് 150 അടിയായിരിക്കും അപ്പുറത്തെ ഡാം. ഇത് ഫുള്ള് പറഞ്ഞില്ല, ഫുള്ളായി. അവിടെ അപ്പുറത്തൊരു ഡാമുണ്ട്, അതിനുള്ള ഷട്ടർ, അത് തുറന്നാണ് ഈ വെള്ളം വരുന്നത്. അവിടെ ഒരു വലിയ മരം വന്ന് ആ ഷട്ടർ കടന്നു. അങ്ങനെയാണ് ഈ റാന്നി ഭാഗത്തൊക്കെ ഒരുപാട് വെള്ളപ്പൊക്ക സമയത്ത് മൊത്തം മുങ്ങിയായിരുന്നു. അങ്ങനെ സംഭവിച്ചതാണ്. കാര്യം സമയത്ത് തുറന്നു വിടാൻ പറ്റാതായി. 3 ദിവസം കഴിഞ്ഞാൽ അത് റെഡിയാക്കി. രണ്ടാമോ മൂന്നാണോ? രണ്ടല്ലായിരുന്നു.